ഹലോ മക്കളെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വലിയൊരു സംശയമാണ്, സാർ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഇങ്ങനെ 8 മാർക്കിന്റെയും 7 മാർക്കിന്റെയും 6 മാർക്കിന്റെയും 5 മാർക്കിന്റെ ഒക്കെ വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. അതിന് ഞാൻ എത്ര എഴുതണം എന്നുള്ള കാര്യം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ക്ലിയർ ആക്കി കളയാം. ഓക്കെ, റെഡി? ശരി. അപ്പം 5 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ചോദ്യങ്ങൾ വരുമ്പോൾ, ഓക്കെ, 5 മാർക്കിനും 6 മാർക്കിനും ആയിരിക്കും ചോദ്യം വരാം. അപ്പൊ നിങ്ങളൊരു 80 to 100 വാക്കുകളിൽ നിങ്ങൾ എഴുതി തീർക്കുക. മിക്ക സമയം ചോദ്യങ്ങൾ വരുമെന്നാണ് 5 മാർക്കിന്റെ ചോദ്യമാണ്, 80 വേർഡ്സ് ഇൻ അബൌട്ട് 80 വേർഡ്സ് 80 വേർഡ്സിൽ എഴുതാൻ വേണ്ടി നിങ്ങളോട് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 80 വേർഡ്സ് എഴുതാൻ പറഞ്ഞാൽ കൃത്യം 80 വേർഡ്സ് എഴുതിയിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് 90 വേർഡ്സ് ആണെങ്കിൽ 100 വേർഡ്സ് വരെയൊക്കെ കുഴപ്പമൊന്നുമില്ല. അതിന്റെ മുകളിൽ എഴുതാതിരിക്കുക. 80 വേർഡിൽ എഴുതാൻ പറഞ്ഞാൽ 80 വേർഡിന്റെ കുറവിലും നിർത്താതിരിക്കാം. 80 വേർഡ് തന്നെ എഴുതണം മിനിമം. ഓക്കെ, അല്ലാണ്ട് അത് കുറയ്ക്കണ്ട. ഓക്കെ, ഒരു 75 ആണെന്ന് കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചോദ്യ പേപ്പറിൽ തരികയാണെങ്കിൽ നിങ്ങൾ അത്ര തന്നെ എഴുതാം. ഇനി ചോദ്യ പേപ്പറിൽ തരാത്ത വർഷങ്ങളുണ്ട്. പബ്ലിക് പരീക്ഷകളിലെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ നോക്കിയാൽ ഇങ്ങനെ എത്ര വേർഡ്സ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 5 or 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 80 to 100 വേർഡ്സ് ആണ്. ഓക്കെ, 5 മാർക്കിന്റെ ആണെങ്കിൽ ശരിക്കും 80 to 100 വേർഡ്സ് എഴുതാം. 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 100ന്റെ മുകളിൽ കുറച്ച് പോയാലും കുഴപ്പമില്ല, പക്ഷെ ഏതാണ്ട് 80 to 100 വേർഡ്സിൽ നിന്ന് നിർത്തുക. ക്ലിയർ ആണല്ലോ? ഇനി സാർ എത്ര വാക്കുകളാണ് എഴുതിയാൽ എങ്ങനെ സാർ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സാർ എത്ര പേജ് പറ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും ഇത്രയാണ് ഗൈഡ് ലൈൻസ്. വാക്കുകൾ വെച്ചിട്ട് നമുക്ക് ഗൈഡ് ലൈൻസ് പറയാൻ പറ്റും, അല്ലാണ്ട് പേജ് വെച്ച് ഗൈഡ് ലൈൻസ് പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് വഴി എന്താ അറിയോ? നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ ഒരു ലൈനിൽ ആവറേജ് എത്ര വേർഡ്സ് ഉണ്ടാവും. കാരണം ഓരോ ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ സ്റ്റൈലും വലിപ്പവും സ്പേസ് വിടുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ ആൾക്കാർക്ക് ഭയങ്കര വ്യത്യാസം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലർക്ക് അടുപ്പിച്ച് എഴുതുന്നവരുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പരീക്ഷ പേപ്പർ പോലത്തെ ഒരു പേപ്പർ വെറുതെ എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് നിങ്ങളൊരു 2 ലൈൻ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതും. ഒരു പാസേജോ എസ്സേ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും വെറുതെ. എന്നിട്ട് നിങ്ങൾ ഒരു ലൈനിൽ നിങ്ങളുടെ ആവറേജ് എത്ര വരും, എത്ര വേർഡ്സ് വരും എന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പം 80 വേർഡ്സ് ആണ് നിങ്ങളുടെ ഒരു ലൈനിൽ 10 വാക്കുകളാണ് വരുന്നതെങ്കിൽ 8 ലൈൻസ് എഴുതിയാൽ തീർന്നു. 100 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതാൻ നമ്മളെ 10 ലൈൻസ് എഴുതിയാൽ തീർന്നു. പരീക്ഷാ ഹാളിൽ പോയി കണ്ടുപിടിക്കാൻ നോക്കണ്ട, ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് വെക്കുക. പരീക്ഷാ പേപ്പറിൽ എഴുതി വന്നാൽ എത്ര ഉണ്ടാവും ഇംഗ്ലീഷിൽ. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ 10 ലൈൻ എഴുതുക. 10 ലൈൻ എന്ന് പറഞ്ഞാൽ 100 വേർഡ്സ് ആയി. ഒരു ലൈനിൽ 10 വേർഡ്സ് ആണെങ്കിൽ, നിങ്ങൾ ഒരു ലൈനിൽ 8 വേർഡ്സേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ 10 ലൈൻ എഴുതുമ്പോൾ 80 വേർഡ്സേ ഉള്ളൂ. നിങ്ങൾ എത്ര 12 ലൈൻ എഴുതുമ്പോൾ 12 into 8 ഏതാണ്ട് ചെയ്യുക. എത്ര വരും? 12 into 8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 24, 24, 48, 96 വേർഡ്സ് വരും. 96 വേർഡ്സ്. ക്ലിയർ അല്ലേ? 96 വേർഡ്സ് വരും. മനസ്സിലായി? അപ്പൊ ആ ഒരു എസ്റ്റിമേറ്റ് വെച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് ലൈനുകൾ നിങ്ങൾ നോക്കിയാണ്. 7, 8 മാർക്ക് ചോദ്യമാണെങ്കിൽ 120 to 150 വേർഡ്സ് ആണ് ഗൈഡ് ലൈൻ. 7 മാർക്കിന്റെ ആണ് എന്തായാലും 120 വേർഡ്സ് എഴുതിയിരിക്കണം. 8 മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് 150 വരെയൊക്കെ പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത് മനസ്സിലാക്കാം. 5 മാർക്കിന്റെ ആണ് എന്തായാലും 80 വേർഡ്സ് എഴുതിയേ പറ്റും, അതിൽ കുറയാൻ പറ്റില്ല. 6 മാർക്കിന്റെ ആണെങ്കിൽ 80 വേർഡ്സ് എന്തായാലും വേണമല്ലോ. ഒരു 100 വേർഡ്സ് വരെയൊക്കെ സുഖമായിട്ട് പോവാം, ഒരു പ്രശ്നമില്ല. 7 മാർക്കിന്റെ ആണ് എന്തായാലും മിനിമം, 7, 8 ആണ് മിനിമം 120 വേർഡ്സ് എഴുതിയേ പറ്റുള്ളൂ. 8 മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 വരെയൊക്കെ ഈസിലി പോവാം. 7 മാർക്കിന്റെ ആണെങ്കിൽ 150 പോരാ, 8 മാർക്കിന് 150 ഒരു കുഴപ്പമില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അതാണ് ഇതിന്റെ ഗൈഡ് ലൈൻസ്. ഇത് മാക്സിമം ഫോളോ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ: ട്രൈ നോട്ട് ടു റൈറ്റ് വേ മോർ ദാൻ പ്രിസ്ക്രൈബ്. ഇപ്പൊ നിങ്ങൾക്ക് 5 or 6 ചോദ്യമാണ് 100 വേർഡ്സ് വരെ എഴുതാം. 120 വേർഡ്സ് വരെ വെറുതെ എഴുതാൻ പോകണ്ട. കാരണം അന്ന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടീച്ചറിന് ഇത് കഷ്ടപ്പെട്ട് വായിക്കണം നിങ്ങളുടെ ആൻസർ. ടീച്ചറിന് നിങ്ങളുടെ മാത്രമല്ല വായിക്കണം, കുറേ പേരുടെ വായിക്കാണ്ട്, എല്ലാവരുടെ ഏതാണ്ട് ഒരേപോലെ ഉണ്ടോ. ഇങ്ങനെ കുറേ വായിച്ച് വെറുപ്പിക്കരുത് ടീച്ചറിനെ. ഒരു കാര്യം. ഓക്കെ, അതൊരു സൈക്കോളജിക്കൽ റീസൺ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സമയം പോകും വെറുതെ. നിങ്ങളിപ്പോൾ 5 മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി എഴുതുമ്പോൾ 8 മാർക്കിന്റെ ചോദ്യത്തിന് കൂടുതൽ എഴുതാനുള്ള ചോദ്യത്തിനുള്ള സമയമാണ് നിങ്ങൾ വെറുതെ വേസ്റ്റ് ആവുന്നത്. കാരണം ഇതൊക്കെ ഒരു സമയത്തിനുള്ളിൽ ചെയ്യണ്ടേ. സമയ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങളെ മണ്ടത്തരം കാണിക്കരുത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നം ഉണ്ടാവുക വെച്ചാൽ എന്താണ്? സാർ ഇത് കിട്ടുന്നില്ല, എഴുതി കിട്ടുന്നില്ല, പോയിന്റ്സ് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കരുത്. നിങ്ങൾ അവിടെ പോസ് ചെയ്യുക, എന്നിട്ട് പിന്നീട് അതിന് സ്ഥലം വിടുക. സ്ഥലം വേണം, എക്സ്ട്രാ സ്ഥലം വിട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അര പേജ് നിങ്ങൾ എഴുതാൻ പ്ലാനുള്ളൂ, നിങ്ങൾ ഒരു പേജ് കിട്ടോ, ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അര പേജോ ഒരു പേജോ തീർക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഐഡിയ വന്നോളൂ, നിങ്ങളുടെ മനസ്സിൽ വന്നോളൂ. ഓക്കെ, അര പേജോ ഒരു പേജോ എഴുതി തീർക്കുക. എന്നിട്ട് ബാക്കി സ്ഥലം ഉണ്ട് അവിടെ നിന്ന് വെട്ടിടുക, ഒരു സിംഗിൾ വെട്ടിടുക. ഓക്കെ, അവിടെ ഒന്നും എഴുതുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി അത് ചെയ്ത ധാരാളമാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് പേർക്കുള്ള സംശയം, സാർ ഇങ്ങനത്തെ വരുന്ന ചോദ്യങ്ങൾക്ക് അപ്പോൾ ഒരു പോയം തന്നു,
പോയം വായിച്ചു, അതിന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു മാർക്ക് അല്ല, ഇപ്പോൾ നോക്കിയാൽ ഈ ചോദ്യം എന്താണ് 4 into 1 ആണ്. അപ്പോൾ ഓരോന്നിനും 1 മാർക്ക് 1 മാർക്ക് 1 മാർക്ക് ഇതാണത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് എത്ര ലൈൻ എഴുതണം? ഒരൊറ്റ സെന്റൻസിൽ തീർക്കാം. വൈ വാസ് ഫാദർ ഗില്ലിഗൻ വെരി നൈറ്റ് ആൻഡ് ഡേ. അപ്പോൾ എഴുതി വെക്കുക, ഫാദർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ ബിക്കോസ്. നെക്സ്റ്റ്, വാട്ട് ഡസ് അണ്ടർ ഗ്രീൻ സോർട്സ് ലേ മീൻ ഹിയർ? അണ്ടർ ഗ്രീൻ സോർട്സ് ലേ മീൻസ് ഡാഷ് എഴുതി വെക്കുക, ഒറ്റ സെന്റൻസിൽ തീർക്കാം. നെക്സ്റ്റ്, വെൻ ഡിഡ് പീറ്റർ ഗില്ലിഗൻ fall asleep? പീറ്റർ ഗില്ലിഗൻ fell asleep when, അല്ലെങ്കിൽ at, അല്ലെങ്കിൽ ഇന്ന സമയം കഴിഞ്ഞു. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ തീർക്കാം, പക്ഷേ അതത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. ടീച്ചറിനെ നിങ്ങളെ മാക്സിമം ഇംപ്രസ് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാൻ വേണ്ടി. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആ സെന്റൻസ് മൊത്തം എഴുതാം. ഐഡന്റിഫൈ ദ റൈം സ്കീം, അത് ഒറ്റ വേർഡിൽ. അപ്പം ഇങ്ങനത്തെ 1 മാർക്കിന് ചോദ്യങ്ങൾ വരുമ്പോൾ 2 സെന്റൻസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഒരു സെന്റൻസ് തന്നെ തീർക്കുക. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ 2 സെന്റൻസ് എഴുതിക്കോ. അതിൽ കൂടുതൽ എഴുതി സമയം വേസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. ഓക്കെ, അപ്പൊ ഈ മാർക്സ് വേഴ്സസ് പേജസ് അല്ല, വേർഡ്സ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു ലൈനിൽ എത്ര വേർഡ് ഉണ്ടെന്നുള്ള ഒരു ആവറേജ് കണക്ക് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാം. എന്റെ ലൈനിൽ 1 ലൈൻ ഇസ് ഈക്വൽ ടു എത്ര വേർഡ്സ് ആണ്? 8 വേർഡ്സ് ആണോ, 10 വേർഡ്സ് ആണോ, 9 വേർഡ്സ് ആണോ, 11 വേർഡ്സ് ആണോ, 12 വേർഡ്സ് ആണോ എന്നുള്ളവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്ക് വെറുതെ രസത്തിന്. ഓക്കെ, അതും കൂടി കമന്റ് ചെയ്യാം. എനിക്ക് ഉറപ്പാക്കണം നിങ്ങൾ ചെയ്തെന്നുള്ള കാര്യം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയിൽ പോയിട്ട് ഇങ്ങനെ ലൈൻ എണ്ണേണ്ട പരിപാടി, ലൈൻ ഉണ്ടല്ലേ വേർഡ്സ് എണ്ണേണ്ട പരിപാടിയോ അല്ലെ 1/2 പേജാണോ 1 പേജാണോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. വൈകുന്നേരം 7:30 ലൈവ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം അവിടെ ആയിരിക്കും ആക്ച്വലി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.